തൃശൂർ മേയർ MK വർഗീസിനെ ചൊല്ലി LDF-ൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനു പിന്നാലെ രാഷ്ട്രീയ നീക്കവുമായി കോൺഗ്രസ്. CPI-യുമായി ഇടഞ്ഞു നിൽക്കുന്ന മേയറുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനും കോർപ്പറേഷനിൽ ഉടനീളം പ്രചരണം നടത്താനുമാണ് DCCയുടെ തീരുമാനം. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഇന്ന് തുടക്കമിടുന്ന സമര പരമ്പര DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. CPI നേതൃത്വം തന്നെ തുറന്ന യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ മേയറെ അവസരം മുതലാക്കി പുറത്തു ചാടിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. CPM-നുള്ളിലെ ഒരു വിഭാഗത്തിന്റെ പരോക്ഷ പിന്തുണ കൂടി CPI-ക്കുള്ള സാഹചര്യത്തിലാണ് MK വർഗീസിനെതിരെ സമരം ആരംഭിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം. മാസത്തിലൊരിക്കൽ കൗൺസിൽ യോഗം വിളിക്കണമെന്ന ചട്ടം നിലനിൽക്കെ 2 മാസത്തിലേറെയായി യോഗം വിളിക്കാൻ കൂട്ടാക്കിയില്ലെന്നാണ് മേയർക്കെതിരെ പ്രതിപക്ഷമുയർത്തുന്ന പ്രധാന ആരോപണം. ഇക്കാരണത്താൽ കോർപ്പറേഷനിലാകെ ഭരണപ്രതിസന്ധി രൂക്ഷമാണെന്ന് കാട്ടി MK വർഗീസിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാകും സമരം. ഇന്ന് ആരംഭിക്കുന്ന സമരം DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. 22, 23, 24 തീയതികളിൽ കോർപ്പറേഷൻ സോണൽ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചും 29, 30, 31 തീയതികളിൽ മുഴുവൻ ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് വാഹന പ്രചരണ ജാഥയുമാണ് സമരത്തിന്റെ ഭാഗമായി തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം അവിശ്വാസ പ്രമേയത്തിന് ശ്രമിച്ചാൽ വിജയിക്കില്ലെന്നുറപ്പുള്ളതുകൊണ്ടാണ് പരമാവധി രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി സമരം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. തൃശൂർ, ഒല്ലൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന 55 ഡിവിഷനുകളാണ് തൃശൂർ കോർപ്പറേഷനിലുള്ളത്. മേയർ സഹിതം 25 അംഗങ്ങളുടെ പിന്തുണ LDF-നുള്ളപ്പോൾ 24 അംഗങ്ങളാണ് കോൺഗ്രസിനുള്ളത്. അവിശ്വാസ പ്രമേയം പാസാക്കണമെങ്കിൽ 28 പേരുടെ പിന്തുണ വേണമെന്നിരിക്കെ തിടുക്കപ്പെട്ടുള്ള അത്തരം നീക്കങ്ങൾ തിരിച്ചടിയായേക്കുമെന്നുള്ള വിലയിരുത്തലും ഇതിനോടകം കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, തൃശൂർ.